അപ്പൊ തന്നെ ജോസി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം NSSന്റെ വിവിധ കരയോഗങ്ങളിലൊക്കെ നടന്നു. പത്തനംതിട്ട പ്രമാണത്തടക്കം ബാനറുകൾ ഉയർത്തി ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ഒരു കുടുംബത്തിലെ 4 പേർ NSS അംഗത്വം രാജിവെക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോട് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്താണ്? ഇത് ചോദിക്കാനുള്ള കാരണം NSS ജനറൽ സെക്രട്ടറി നമുക്കറിയാം, മുൻപ് മാധ്യമങ്ങളോട് ഒരുപാട് തവണ പ്രതികരിക്കുന്ന ആളാണ്. കാലങ്ങൾക്ക് ശേഷം ഇന്ന് NSSന്റെ പൊതുയോഗം നടന്നപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായതും ഇന്നലെയും ഇന്നുമായിട്ട്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെ ഏത് തലത്തിലാണ് നോക്കിക്കാണുന്നത്? ആ പ്രതിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ NSSനുള്ളിലുള്ള പ്രതിഷേധങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അജി പറഞ്ഞ കാര്യം വളരെ ഗൗരവ തരത്തിലുള്ള ഒരു വിഷയമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ NSS ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. NSS ജനറൽ സെക്രട്ടറിയുടെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിനെ തുടർന്നാണ് ഇത്തരം വിവാദ വിഷയങ്ങൾ ഉയർന്നു വരികയും പ്രതികരണങ്ങളിലും രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുപിരി കൊള്ളുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ NSSന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ, നായർ സർവീസ് സൊസൈറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ NSSന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെ പല കോണുകളിൽ നിന്നും പ്രശംസിക്കുമ്പോഴും സ്വന്തം സമുദായാംഗങ്ങളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നു. അത് നായരുടെ പൊതു സ്വഭാവമാണ്, അത്തരം നടപടികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് NSS നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പലയിടങ്ങളിലും ബാനർ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഇന്നിപ്പോൾ കോട്ടയം, പൂഞ്ഞാറിലുള്ള ചേന്നാട്ടിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ ബാനറുകൾ സുകുമാരൻ നായരെ കട്ടപ്പയോട് ഉപമിച്ചും അതോടൊപ്പം തന്നെ പിണറായിക്ക് പാദസേവ ചെയ്യുകയാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിലും അതോടൊപ്പം വിശ്വാസ സംരക്ഷണം വിട്ട് നിരീശ്വരവാദിയായി സുകുമാരൻ നായർ മാറിയെന്ന അടക്കമുള്ള പല വിമർശനങ്ങളുമാണ് ബാനറിൽ ഉയർന്നത്. ഈ ബാനർ പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇന്ന് അദ്ദേഹത്തോട് നേരിട്ട് പ്രതികരണം ആരാഞ്ഞു. അപ്പോഴാണ് സുകുമാരൻ നായർ പറയുന്നത്, ഇത്തരത്തിലുള്ള ഫ്ലെക്സ് പ്രതിഷേധങ്ങളൊക്കെ തനിക്കൊരു പബ്ലിസിറ്റി അല്ലേ, പ്രതിഷേധങ്ങൾ നടക്കട്ടെ, അത് നോക്കിക്കോളാം എന്നുള്ള പരിഹാസ രൂപേണയുള്ള പ്രതികരണമായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതികരിക്കുന്നത് ഈ ഔദ്യോഗിക സംവിധാനത്തിനകത്ത്, പ്രത്യേകിച്ച് പ്രതിനിധി സഭ, അതോടൊപ്പം ഇന്ന് ചേർന്ന പൊതുയോഗം, മറ്റ് ഡയറക്ടർ ബോർഡ് അടക്കമുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൊന്നും തനിക്കെതിരെ ഒരു എതിർപ്പുമില്ല. ചില അവിടുന്നും ഇവിടുന്നും ഏതാനും ആളുകൾ പ്രതികരിക്കുന്നത് NSSന്റെ പൊതുനിലപാട് അല്ലെങ്കിൽ NSS കരയോഗങ്ങളുടെ നിലപാടായി വ്യാഖ്യാനിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ള പഴിയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നേരെ ഉന്നയിച്ചത്. എന്തായാലും ഈ വിമർശനങ്ങളെയും പ്രതികരണങ്ങളെയും ഒന്നും NSS നേതൃത്വം ഗൗനിക്കുന്നില്ല എന്നതാണ് സുകുമാരൻ നായരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അജി.